In this class, I am introducing magnetic vector potential. In electrostatics, we have curl of electric field is 0. That allows us to write electric field as a negative gradient of scalar potential. E can be written as minus grad V, negative gradient of scalar potential. The conservative field ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് പോലെ കേൾ 0 ആണെങ്കിൽ ദാറ്റ് അലൗസ് us to write E ഈക്വൽ ടു മൈനസ് ഡെൽ വി. കാരണം ഡെൽ ക്രോസ് ഇ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെൽ ക്രോസ് ഗ്രാഡ് വി എന്നാണ് കിട്ടുക. സോ കേൾ ഓഫ് ഗ്രേഡ് വി ഈസ് ഓൾവേസ് 0. So similarly in magnetostatics we have curl where curl not equal to 0. Curl is given by Ampere's law mu 0 J, but divergence is 0. Magnetic monopoles do not exist, so del dot B is equal to 0. So this allows us to write magnetic field as a curl of a vector potential, magnetic vector potential. ഇവിടെ സ്കാലർ പൊട്ടൻഷ്യലിൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ടാണ് എഴുതിയിരുന്നത്. ഇവിടെ നമ്മൾ വെക്റ്റർ കാൽക്കുലസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇവിടെ ഒരു വെക്റ്ററാണ് വരുന്നത്. സോ വെക്റ്റർ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ കേൾ ഓഫ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപ്സ് എ, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ. So that when we take del dot B is equal to del cross A. We know divergence of curl of any vector field is 0. Divergence of curl is always 0. So this condition allows us to express magnetic field as a curl of a vector potential. Now in terms of this vector potential, we can rewrite Ampere's law as Ampere's law. We have del cross B is equal to mu 0 J. So del cross B is B can be expressed as del cross A. So del cross A. So we have this identity del cross A is equal to grad div A minus Laplacian of A, del square A. And Ampere's law del cross B is equal to mu 0 J. Now in electrostatics we have this freedom that we express E is equal to minus del V. If we add a constant to this potential, ഒരു പൊട്ടൻഷ്യലിൻ്റെ നമ്മളെപ്പോഴും പറയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് പറയുക. ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് 1.5 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒന്ന് നെഗറ്റീവ് അല്ലെങ്കിൽ സീറോയിലാണ്. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സീറോ ഓപ്പോസിറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ 1.5 വോൾട്ടാണെന്ന് പറയാം. അപ്പോൾ എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ V1ൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്താലും നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇഫ് ഐ ടേക്ക് മൈനസ് V1 എന്ന് പറഞ്ഞാൽ മൈനസ് V1 മീൻസ് മൈനസ് ഗ്രാഡ് V1. സോ ഗ്രാഡ് V1 ഈസ് ഗ്രാഡ് V പ്ലസ് ഗ്രാഡ് ലാംഡ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഗ്രാഡ് V ബിക്കോസ് ഇതൊരു കോൺസ്റ്റൻ്റ് ടേമാണ്. അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 0 ആണ്. അപ്പോൾ ഗ്രാഡ് V1 എന്ന് പറഞ്ഞാൽ ഗ്രാഡ് V തന്നെയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഡ് V ആണ്. സോ ഗ്രാഡ് V എന്ന് എടുക്കുന്നതും ഗ്രാഡ് V1 എന്ന് എടുക്കുന്നതും സെയിം ആണ്. കാരണം ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഗ്രേഡിയൻ്റ് 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എപ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻ്റ് ആണ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്താൽ നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു ഫ്രീഡം നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ഈ പൊട്ടൻഷ്യലിനുണ്ട്. പൊട്ടൻഷ്യലിൻ്റെ കൂടെ ഏത് കോൺസ്റ്റൻ്റ് നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്, ഗ്രേഡിയൻ്റ് ആണ് എടുക്കുന്നത്, കോൺസ്റ്റൻ്റ് ടൈം 0. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഫ്രീഡം വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കേസും നമുക്കുണ്ട്. ഹിയർ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കേൾ ഓഫ് എ ആണ്. ഇനി ഈ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കൂടെ ഞാൻ വേറൊരു ഫംഗ്ഷൻ അതിൻ്റെ കേൾ 0 ആവുന്നൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യുകയാണ്. ഒരു എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ആഡ് ചെയ്തെന്ന് വെച്ചോ. A1 ഒരു പുതിയ പൊട്ടൻഷ്യൽ വെക്റ്റർ പൊട്ടൻഷ്യൽ A1 ഈസ് ഈക്വൽ ടു A പ്ലസ് എഫ് whose curl is 0. del cross F is equal to 0. എന്നാലും നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു മാറ്റം ഉണ്ടാവില്ല ഇവിടെ പറഞ്ഞതുപോലെ തന്നെ. കാരണം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെൽ ക്രോസ് എ. അപ്പോൾ ഈ ഡെൽ ക്രോസ് A1 എടുത്തു കഴിഞ്ഞാൽ എന്താവും? ഡെൽ ക്രോസ് A1 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽ ക്രോസ് എ പ്ലസ് ഡെൽ ക്രോസ് ഗ്രാഡ് വി. സോ ഡെൽ ക്രോസ് A1 is equal to del cross A plus del cross del U. So we know curl of gradient is always 0. So second term 0 ആണ്. So we will get del cross A. del cross A എന്താണ്? B തന്നെയാണ്.
അപ്പോൾ ഈ വെക്റ്റർ പൊട്ടൻഷ്യലിൽ നമുക്ക് ഇതുപോലൊരു ഫ്രീഡം ഉണ്ട്. എയുടെ കൂടെ ഞാനൊരു കേള് 0 ആവുന്ന എന്ത് ആഡ് ചെയ്താലും A1 എന്നുള്ളൊരു പുതിയ വെക്റ്റർ ഫീൽഡ് കിട്ടിയാലും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെയിം തന്നെയായിരിക്കും. എ ഉണ്ടാക്കുന്ന അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയായിരിക്കും A1 നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ കേസ് നമുക്ക് ഈ ഒരു ഫ്രീഡം ഉണ്ട്. കേള് 0 ആവുന്ന ഏത് ക്വാണ്ടിറ്റിയും നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ കേള് 0 ആവുന്ന ക്വാണ്ടിറ്റി എന്താണ്? നമുക്ക് വെക്റ്റർ കാൽക്കുലസ് എന്നറിയാം. ഗ്രേഡിയൻറ്റ് ഓഫ് എ ഫംഗ്ഷൻ അതിൻ്റെ കേള് എപ്പോഴും 0 ആയിരിക്കും. നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്നൊരു കാര്യമാണ് കേൾ ഓഫ് ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കാലർ ഫംഗ്ഷൻ ഈസ് 0. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കാലർ ഫംഗ്ഷൻ ആയിട്ട് നമുക്കതിനെ എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്? സോ യൂസിങ് ദിസ് ഫ്രീഡം ഈ A1 നമുക്ക് ഇവിടെയുള്ള എക്സ്പ്രഷൻ എന്താണ്? ഡെൽ ഡോട്ട് എ ആണ്. ജനറലി ഇതിൻ്റെ ഡൈവർജൻസ് 0 ആയിക്കൊള്ളണമെന്നില്ല. ഗ്രേഡിയൻറ്റ് ഓഫ് എ 0 ആവണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് 0 ആക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ടേം ആഡ് ചെയ്ത് നമുക്ക് സ്യൂട്ടബിളായിട്ട് ട്യൂൺ ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് 0 ആക്കണമെന്ന് നോക്കാം. അതായത് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇങ്ങനെ ഒരു ഫാക്ടർ ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരു ഫാക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോൺ സീറോ ഡൈവർജൻസ് ഉള്ള എയുടെ കൂടെ ഇങ്ങനെ ഒരു ഫാക്ടർ ആഡ് ചെയ്ത് ഇതിൻ്റെ ഡൈവർജൻസ് 0 ആക്കാൻ പറ്റും. ഈ ടേമിനെ 0 ആക്കാം. അതായത് വി ക്യാൻ മേക്ക് ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു 0 യൂസിങ് ദീസ് ഫ്രീഡം. സോ ദീസ് ഫ്രീഡംസ് ആർ ഇവിടെയും പറയുന്ന ഈ ഫ്രീഡം, ഈ കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫ്രീഡത്തിന് നമ്മൾ പറയാം ഗേജ് ഫ്രീഡം എന്ന് പറയാം. ഗേജ് ഫ്രീഡം. ആ ഫ്രീഡം ഉപയോഗിച്ച് നമ്മൾ ഡെൽ ഡോട്ട് എ 0 ആക്കി. അങ്ങനെ ആക്കിയാൽ എന്താണ്? സോ ദെൻ ആംബിയേഴ്സ് ലോ ഈസ് മൈനസ് ഡെൽ സ്ക്വയർ എ ഈക്വൽ ടു മ്യൂ 0 ജെ. ആംബിയേഴ്സ് ലോ ബിക്കം ഡെൽ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ജെ, അല്ലെങ്കിൽ മൈനസ് ഡെൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ 0 ജെ. അപ്പോൾ എന്താണ്? സോ ദിസ് ഈസ് എ വെൽ നോൺ ഇക്വേഷൻ, പോയ്സോൺസ് ഇക്വേഷൻ. നമുക്ക് മാത്തമാറ്റിക്സിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ്. ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതർവൈസ് ആഫ്റ്റർ ഓൾ എന്താണ് നമ്മുടെ പ്രോബ്ലം? നമ്മുടെ പ്രോബ്ലം ഫൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അല്ലെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ യു ആർ ഗിവൺ എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിലാണെങ്കിൽ യു ആർ ഗിവൺ എ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ, വാട്ട് ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്, അതിന് എന്ത് മാർഗ്ഗം നമുക്ക് ഉപയോഗിക്കാം? മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ഈ കേൾ ഓഫ് എ ആയിട്ട് എഴുതാണ്. ഇനി എ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കേൾ എടുത്താൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. അപ്പോൾ എ കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷനാണ്, അതിൻ്റെ പോയ്സോൺസ് ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ, ഡയറക്റ്റ് സൊല്യൂഷൻ നമുക്ക് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ അവൈലബിൾ ആണ്. എ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഡിവൈഡഡ് ബൈ 4π ജെ ഓഫ് ആർ പ്രൈം. അതിൻ്റെ ഇൻ്റഗ്രേഷൻ വേരിയബിൾ ആയതുകൊണ്ടാണ് അതിൻ്റെ പ്രൈമിൽ എഴുതിക്കുന്നത് ഡി ടോ പ്രൈം. ഒരു വോളിയത്തിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷനാണത്. പോയ്സോൺസ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ്റെയും ഈ ഗേജ് ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാം. എ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കേൾ എടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരുപക്ഷെ ഈ ഫ്രീഡം തന്നിരിക്കുന്നത് വളരെ ടഫായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ചില എന്താ പറയുക ടീച്ചേഴ്സ് ടഫായിട്ടുള്ള പ്രോബ്ലം തരുമ്പോൾ ചില ക്ലൂ തരുന്ന പോലെ തന്നെയാണ് നമുക്ക് നേച്ചറിൽ ടഫായിട്ടുള്ള പ്രോബ്ലമാണിത്. ഇത്തരം പ്രോബ്ലങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഗിവൺ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെയുള്ള ഐഡിയൽ കേസിൽ സിമെട്രിക് ആയിട്ടുള്ള കേസുകളിലൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ അത് അത്തരം ഇൻ്റഗ്രേഷൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം കൂടെ എന്താണ്, പ്രോബ്ലം ടഫാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഫ്രീഡം കൂടെ തരുന്നതാണ് ഈ ഗേജ് ഫ്രീഡം എന്ന് പറയുന്നത്. So this is the concept of magnetic vector potential. Now let us see what is the physical significance of A. Physical significance of A. We know phi, magnetic flux phi is equal to surface integral B dot dA. ഫൈ എന്ന് പറഞ്ഞാൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എസ് എന്നുള്ളൊരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ എത്ര ഫീൽഡ് ലൈൻസ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് ഫ്ലക്സ്. ഫ്ലക്സ് ഈസ് സർഫസ് ഇൻറ്റഗ്രൽ ഫൈ ഡോട്ട് ഡി എ. നൗ വി നോ ബി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് കേൾ ഓഫ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എ ഡോട്ട് ഡി എ ഡോട്ട് ഡി എ. Now we can use Stokes theorem to convert a surface integral to line integral. Stokes theorem. Using Stokes theorem, we can convert this surface integral to a closed line integral. Closed line integral. Del cross A dA can be written as line integral of A dl. A dl. So, അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് വാല്യൂറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് നമുക്ക്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സർഫസ് ഇൻറ്റഗ്രൽ എടുക്കുന്നതിന് പകരം നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സർഫസ് ഇൻറ്റഗ്രൽ വാല്യൂറ്റ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ പെർഫോം ചെയ്താൽ മതി. ഇതിൽ കൂടെ പോകുന്ന ഈ ഫ്ലക്സ് കാണുന്നതിന് സർഫസ് ഇൻറ്റഗ്രൽ പെർഫോം ചെയ്യുന്നതിന് പകരം വളരെ ഈസി ആയിട്ട് ഈ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും.
So line integral of vector potential along a closed path is equal to the magnetic flux through the surface bounded by this path. So that is the physical significance of A. So flux is given by line integral of A.